വാക്ക്. ഇങ്ങനെയല്ലേ ബസ്സിൽ വെച്ച് ആ പെണ്ണിനെ കയറി പിടിച്ചത്? എന്നിട്ടൊരു ഉളുപ്പുമില്ലാതെ നടന്നു പോണം നോക്കിയേ. കുത്തുവാക്കുകൾ കേട്ടുകൊണ്ടാണ് രാമചന്ദ്രൻ റോഡിലൂടെ നടന്നത്. അണ്ണ ഇന്ന് ബസ്സിൽ വെച്ച് എന്തോ കാട്ടിയിട്ട് നല്ലോണം കിട്ടിയെന്ന് തോന്നുന്നു. കേൾക്കുന്നു, ഉള്ളതാണോ? അണ്ണൻ ഇങ്ങനെ വയ്യെന്ന് പറഞ്ഞ് നടന്നാൽ എന്താ? കൊച്ചു പെൺപിള്ളാരെയല്ലേ നോട്ടം. സംഗതി വൈറലായിട്ടുണ്ട്. ആ കൊച്ചു വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. പരിഹാസ വാക്കുകളുമായി പലരും പിന്നാലെ കൂടിയപ്പോഴും മറുത്തൊന്നും പറയാതെ തലകുമ്പിട്ട് നടന്നു നീങ്ങിയ അയാൾ, നിനക്കൊക്കെ എന്താടാ? അയാളൊരു വയ്യാത്ത മനുഷ്യനല്ലേ? എന്തേലും അബദ്ധം പറ്റിയതായും ചുമ്മാ പിന്നാലെ നടന്ന് കുത്താൻ നിൽക്കല്ലേ. പഞ്ചായത്ത് മെമ്പർ പ്രകാശൻ സഹി കെട്ട് പ്രതികരിച്ചു പോയി. എന്ത് വയ്യായിക? ബസ്സിൽ അടുത്തിരുന്ന പെങ്കൊച്ചിന്റെ കാലിനടിയിലേക്ക് കൈയിടാൻ പോയപ്പോൾ ഈ വയ്യായിക ഒന്നും കണ്ടില്ലല്ലോ. ഇതൊക്കെ അടവല്ലേ പ്രകാശ് ഏട്ടാ? പിടിക്കപ്പെട്ടാൽ അന്നേരം ഈ അസുഖത്തിന്റെ കാര്യം പറഞ്ഞ് രക്ഷപ്പെടാലോ. കള്ള കിളവൻ. ആ മറുപടി കേൾക്കേ പിന്നെ ഒന്നും പറഞ്ഞില്ല പ്രകാശൻ. ആ സമയം പതിയെ നടന്നകന്നു രാമചന്ദ്രൻ. അയാളുടെ കൈകളും അപ്പോൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നടന്ന് വീട്ടിലെത്തുമ്പോൾ ഭാര്യ സുലേഖ അയാളെ കാത്തിരുന്നു. അവരെ കണ്ട മാത്രയിൽ വിതുമ്പിപ്പോയി രാമചന്ദ്രൻ. ചേട്ടാ, ഇതെന്താ ഇങ്ങനെ? ഒരു ഓട്ടോ വിളിച്ച് വന്നാൽ പോരായിരുന്നോ? എന്തിനാ നടക്കാൻ പോയി? അകത്തേക്ക് വന്നേ. വേദനയോടെ അയാളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് നടന്നു സുലേഖ. എടോ, ഞാനൊന്നും ചെയ്തില്ല. ആ കുട്ടി വെറുതെ തെറ്റിദ്ധരിച്ചതാണ്. നമ്മളെക്കാൾ ഇളയ കുട്ടിയാ. ഇടർച്ചയിലത് പറയുമ്പോൾ രാമചന്ദ്രന്റെ കൈകൾ വീണ്ടും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഏട്ടൻ ബിപിയുടെ ഗുളിക കഴിച്ചില്ലേ? ഇന്ന് കൈവിറയിൽ നല്ലതുപോലെ ഉണ്ടല്ലോ. അപ്പോഴാണ് സുലേഖ അത് ശ്രദ്ധിച്ചത്. രാവിലെ കഴിക്കാൻ മറന്നു. ബസ്സിൽ വെച്ച് ഓർത്തിട്ട് പാനിന്റെ പോക്കറ്റിലെ പേഴ്സിൽ നിന്ന് ഗുളിക എടുക്കാൻ ശ്രമിച്ചതാ. അതാ ഇത്രയും പ്രശ്നമായത്. ഇപ്പോൾ നാട്ടുകാർക്കിടയിൽ പറഞ്ഞിട്ട് ആര് വിശ്വസിക്കാൻ? ആ മറുപടി കേൾക്കെ തന്നെ ബസ്സിനുള്ളിൽ സംഭവിച്ചത് എന്താകുമെന്ന് ഊഹിച്ചു സുലേഖ. ഇനിയിപ്പോൾ പോട്ടെ ഏട്ടാ, നാട്ടുകാർ പലതും പറയും. അതു കേട്ട് വിഷമിക്കാൻ നിന്നാൽ ഏട്ടനെ അറിയാം എനിക്ക്. നിങ്ങൾ വിഷമിക്കേണ്ട. ഭർത്താവിനെ പരമാവധി ആശ്വസിപ്പിച്ചു സുലേഖ. എന്നാൽ ഉച്ച കഴിവേ കാര്യത്തിന്റെ ഗൗരവം അവർക്ക് മനസ്സിലാവുന്നത്. ബസ്സിൽ വെച്ച് പെൺകുട്ടിയുടെ ലൈവ് വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി. അതോടെ ബന്ധുക്കാരും നാട്ടുകാരും പരിചയക്കാരും തുടങ്ങി എല്ലാവരും ചറപറാന്ന അന്വേഷണങ്ങൾ കൊണ്ട് ആരംഭിച്ചു. തകർന്ന അവസ്ഥയിലായി രാമചന്ദ്രൻ. ഒരു ഘട്ടത്തിൽ മാനസിക സമ്മർദ്ദം അയാളുടെ ആരോഗ്യനിലയെ പോലും വഷളാക്കുമെന്ന് മനസ്സിലാക്കിയ സുലേഖ ഒടുവിൽ ഒരു തീരുമാനമെടുത്തു. വളരെ വൈകാതെ അന്ന് ആദ്യമായി ഫേസ്ബുക്കിൽ അവരൊരു ലൈവ് വീഡിയോ ഇട്ടു. പ്രിയ സുഹൃത്തുക്കളെ, ഇന്നിപ്പോൾ ഞാൻ ആദ്യമായി ഒരു ലൈവ് വീഡിയോ ഇടുകയാണ്. എൻ്റെ പേര് സുലേഖ. രാവിലെ മുതൽ വൈറലായ ബസ്സിൽ വെച്ച് ഒരു പെൺകുട്ടി എടുത്ത വീഡിയോയിലുള്ളത് എൻ്റെ ഭർത്താവാണ്. പേര് രാമചന്ദ്രൻ. ആളൊരു റിട്ടയർഡ് അധ്യാപകനാണ്. ഞാൻ ഇനിയെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ആരോഗ്യസ്ഥിതിയെ പോലും ഈ പ്രശ്നം ബാധിച്ചേക്കും. 1 വർഷം മുന്നേ ഹാർട്ട് അറ്റാക്ക് വന്ന് ജീവനോട് മല്ലിട്ട് ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷം തിരികെ ജീവിതത്തിലേക്ക് വന്നയാളാണ് എൻ്റെ ഭർത്താവ്. പക്ഷെ അന്ന് മുതൽ അദ്ദേഹത്തിനൊരു പ്രശ്നം കൂടി ഉണ്ടായി, കൈവിറയൽ. ഇനിയുള്ള കാലം അതൊപ്പമുണ്ടാകുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ആരോഗ്യപരമായും ആളേറെ ക്ഷീണിച്ചുപോയി. ഈ ഒരു അവസ്ഥയിൽ അധികം പുറത്തു പോകാറില്ല ആള്. ഇനിയിപ്പോൾ പെൻഷൻ കാശ് വാങ്ങാൻ പോയെന്ന് വരെയായിരുന്നു. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. എൻ്റെ ഭർത്താവിനെ എനിക്ക് നല്ലതുപോലെ അറിയാം. ആ വീഡിയോ ഇട്ട പെൺകുട്ടിയുടെ പ്രായത്തിലുള്ള 2 പെൺമക്കളുടെ അച്ഛനാണ് അദ്ദേഹം. അത്രയും പറഞ്ഞൊരു നെടുവീർപ്പിട്ട ശേഷം അവർ കാര്യത്തിലേക്ക് കടന്നു. ഒരിക്കലും ആ പെൺകുട്ടി ആരോപിക്കുന്നത് പോലെ ഒരു കാര്യം എൻ്റെ ഭർത്താവ് ചെയ്യില്ലെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. രാവിലെ ബിപിയുടെ ടാബ്ലറ്റ് കഴിക്കാൻ മറന്നത് ഓർത്തിട്ട് പേഴ്സിലുള്ള ടാബ്ലറ്റ് എടുക്കാൻ പോക്കറ്റിൽ കൈയിട്ടതാണ്. മുന്നേ പറഞ്ഞല്ലോ, ആ കയ്യിൽ വിറയലുള്ള ആളാണ്. കൈ അറിയാതെ ആ പെൺകുട്ടിയുടെ കാലിലോ മറ്റോ തട്ടി. ഇക്കാലത്ത് ഇത്തരം സംഭവങ്ങൾ സ്ഥിരമാണല്ലോ. ഒരുപക്ഷെ ആ പെൺകുട്ടി തെറ്റിദ്ധരിച്ചതായിരിക്കാം. ഞാനീ പറഞ്ഞത് ആരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടിയല്ല. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ ആരെന്ത് പറഞ്ഞാലും ഞാനും എൻ്റെ മക്കളും അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകും. കാരണം ഒരു മനുഷ്യൻ അനുഭവിക്കുക ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. പിന്നെ ഈ വാർത്ത കേട്ടത് മുതൽ അദ്ദേഹത്തെ കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് മാത്രം പ്രതികരിക്കുക. ഒരിക്കൽ മരണത്തിൻ്റെ വക്കിൽ നിന്നും വളരെയേറെ പ്രയാസപ്പെട്ട് ഞങ്ങൾ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവന്നതാണ്. നിങ്ങളുടെ ഇത്തരം പരിഹാസങ്ങളും പ്രതികരണങ്ങളും മൂലം മാനസികമായി തകർന്ന ആൾക്ക് ഇനി എന്തെങ്കിലും വയ്യാഴ്ക വന്നാൽ ആ ബസ്സിൽ ക്യാമറ ഉണ്ടായിരുന്നുവെന്ന് ഏട്ടൻ പറഞ്ഞു. അതും ഏട്ടനിരുന്ന സീറ്റിൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ആ ക്യാമറയും ചെക്ക് ചെയ്യാം. ഇത്തരമൊരു വൃത്തികേട് അദ്ദേഹം മനഃപൂർവ്വം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അത് ക്യാമറയിലും പതിഞ്ഞിട്ടുണ്ടാകും. പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇന്നത്തെ സമൂഹം മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. പക്ഷേ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ കൂടി അറിയാൻ ശ്രമിച്ചാൽ വലിയ ഉപകാരമായേക്കും. കൂടുതലൊന്നും പറയുന്നില്ല. അത്രയും പറഞ്ഞുകൊണ്ട് സുലേഖ തൻ്റെ ലൈവ് വീഡിയോ അവസാനിപ്പിച്ചു. ഉള്ളിൽ അലയടിച്ച വിഷമത്താൽ അറിയാതെ വിതുമ്പിപ്പോയി അവർ. പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. സുലേഖയുടെ ലൈവ് വീഡിയോ വളരെ വേഗത്തിൽ വൈറലായി. അതോടെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി. രാമചന്ദ്രന്റെ സപ്പോർട്ടുമായി ആളുകൾ പ്രതികരിച്ചു തുടങ്ങി. ഇതിനിടയിൽ ആ ബസ്സിലെ ജീവനക്കാരൻ ക്യാമറ വീഡിയോയും പരിശോധിച്ചു. രാമചന്ദ്രൻ ബസ്സിൽ കയറിയതു മുതൽ സീറ്റ് കിട്ടിയപ്പോൾ ആ പെൺകുട്ടിയുടെ അടുത്ത് ഇരുന്നതും
ക്യാമറയിൽ വ്യക്തമായിരുന്നു. ദേണ്ടടാ, ആ ചേട്ടൻ ബസ്സിൽ കയറിയത് കണ്ടോ? ആ ചേച്ചി ലൈവിൽ പറഞ്ഞതുപോലെ ആളുടെ കൈക്ക് നല്ല വിറയലുണ്ട് കേട്ടോ. എടാ നോക്കിയേ, കക്ഷി പോക്കറ്റിൽ കൈയിട്ട് നോക്കുന്നത് തന്നെയാണ് കേട്ടോ. കൈ വിറച്ചിട്ട് ആ കൊച്ചിൻ്റെ കാലിൽ തട്ടുന്നതാണ്. വീഡിയോയിൽ അത് ക്ലിയർ ആണ്. ആ കൊച്ചു തെറ്റിദ്ധരിച്ച് വെറുതെ പ്രശ്നമുണ്ടാക്കിയതാണ്. വീഡിയോയിൽ കൂടി കാര്യങ്ങൾ വേഗത്തിൽ വ്യക്തമായി. അതോടെ ബസ് ജീവനക്കാർ ക്യാമറ വീഡിയോസും സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ടു. സത്യാവസ്ഥ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. അയ്യോടാ, ഈ വീഡിയോ നോക്കിയാൽ ചേച്ചി പറഞ്ഞത് ശരിയാ. അങ്ങേരെ കൊച്ചിനെ കയറി പിടിച്ചിട്ടൊന്നുമില്ല. അതിന് അങ്ങനെ തോന്നിയിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കിയതാ. നമ്മളാണേലും എടുത്തു ചാടി അങ്ങേരെ കളിയാക്കി വിടുകയും ചെയ്തു. കവലയിൽ രാമചന്ദ്രൻ്റെ പിന്നാലെ പോയി കളിയാക്കി സത്യം മനസ്സിലാക്കിയതോടെ നിരാശപ്പെട്ടവർ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വെറുതെ ആ പാവത്തിനെ കുത്തരുതെന്ന്. എനിക്ക് പണ്ട് തൊട്ടേ അറിയുന്ന ആളാണ് രാമചന്ദ്രൻ മാഷ്. ഉച്ചത്തോടെ ഒന്ന് നോക്കി നടന്നു മെമ്പർ പ്രകാശനും. മുന്നേ കുറ്റപ്പെടുത്തിയവരെല്ലാം സത്യാവസ്ഥ മനസ്സിലാക്കിയതോടെ ക്ഷമാപണങ്ങളുമായി സോഷ്യൽ മീഡിയ വഴി മുന്നിലേക്ക് വന്നു. ഒപ്പം ആ പരാതി ഉന്നയിച്ച പെൺകുട്ടിയും. എന്നാൽ അവളുടെ ക്ഷമാപണത്തിന് താഴെ കമന്റുകളുമായി നിരവധി പേര് ശക്തമായി പ്രതികരിച്ചു. അതിൽ കൂടുതലും ബാലചന്ദ്രൻ്റെ സ്റ്റുഡൻസ് തന്നെയായിരുന്നു. എടുത്തുചാട്ടം മൂലം ഒരുപക്ഷെ അയാൾ അനുഭവിച്ചതിൻ്റെ ഇരട്ടി മാനസിക വിഷമത്തിലായി ആ പെൺകുട്ടി. കാര്യങ്ങൾ മാറ്റിമറിക്കാൻ ഒരൊറ്റ ലൈവ് വീഡിയോയ്ക്ക് വഴി സുലേഖയ്ക്ക് കഴിഞ്ഞു. നീ എൻ്റെ അഭിമാനമാണ് കാത്തത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ചങ്ക് പൊട്ടി ചത്തുപോയനെ. സന്തോഷത്തിൽ അത് പറയുമ്പോൾ രാമചന്ദ്രൻ്റെ മിഴികൾ തുളുമ്പി. ഏട്ടൻ വിഷമിക്കേണ്ട, ടെൻഷനൊക്കെ കളയും. ഇപ്പോൾ സത്യാവസ്ഥ എല്ലാവർക്കും മനസ്സിലായി. ഇനി ആരും ഏട്ടനെ കുറ്റം പറയില്ല. എല്ലാവരും ഇങ്ങോട്ട് വിളിച്ച് സോറിയൊക്കെ പറയുന്നുണ്ട്. ഒടുവിൽ എല്ലാം കലങ്ങി തെളിഞ്ഞ സന്തോഷത്തിൽ അയാൾക്കരികിൽ നിറമിഴികളുമായി തന്നെ ഇരുന്നു സുലേഖയും. സമൂഹത്തിൽ നല്ലതും ചീത്തയുമായ പലതുമുണ്ട്. അത് മനസ്സിലാക്കി പ്രതികരിക്കുക എന്നതാണ് വിവേകമുള്ള പെരുമാറ്റം. പലപ്പോഴും നമ്മുടെ എടുത്തുചാട്ടം മറ്റുള്ളവരെ കൂടി വേദനിപ്പിച്ചേക്കാം. എല്ലാവരും അത് ഓർത്താൽ നന്ന്. എന്തിനും എതിരെയും പ്രതികരിക്കുന്നതിന് മുന്നേ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയാൽ അത് തന്നെ വലിയ ഉപകാരം. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്